നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊച്ചി കോർപ്പറേഷന് പുതിയ കെട്ടിടം വന്നതോടെ പഴയ കെട്ടിടം എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. ജനറൽ ഹോസ്പിറ്റലിന്റെ വികസനത്തിനായി വിട്ടുകൊടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ചരിത്ര സ്മാരകമായ കെട്ടിടം നിലനിർത്തണം എന്നതാണ് CPIM നിലപാട്. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചി കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം ലഭിച്ചത്. കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു പുതിയ ആസ്ഥാന മന്ദിരം. ഈ മാസം 27-ന് കോർപ്പറേഷന്റെ ആദ്യ കൌൺസിൽ യോഗം പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നടക്കും. അടുത്ത മാസം പകുതിയോടെ നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മാറും. ഇതോടെ പഴയ കെട്ടിടം എന്തു ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനറൽ ഹോസ്പിറ്റൽ വികസനത്തിനായി വിട്ടുകൊടുക്കണമെന്നാണ് ഹൈബീഡൻ MPയുടെ ആവശ്യം. ആശുപത്രിയുടെ ഏറ്റവും വലിയ തടസ്സം വികസനത്തിന് നിൽക്കുന്നത് സ്ഥലപരിമിതിയാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന കൊച്ചി കോർപ്പറേഷന്റെ പഴയ കെട്ടിടം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി വിട്ടു നൽകണമെന്ന ഞങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം ഞാൻ ഈ ഒരു ശുഭവേളയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കൗൺസിൽ അത് പോസിറ്റീവായി പരിഗണിച്ച് ആശുപത്രി വികസനത്തിന് വേണ്ടി ആസ്ഥാന മന്ദിരം വിട്ടു നൽകുമെന്നുള്ളതാണ്. എന്നാൽ ചരിത്ര സ്മാരകമായി കോർപ്പറേഷൻ കെട്ടിടം നിലകൊള്ളട്ടെ എന്ന നിലപാടിലാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ. ഹൈബീഡം കരുതുന്ന പോലെ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ MP ആയിരുന്ന കാലമല്ല പൈതൃകം, അതിന് മുമ്പാണ്. അപ്പം അതുകൊണ്ട് പൈതൃകമൊക്കെ ആ കെട്ടിടത്തിന് തീർച്ചയായും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ മുൻ മേയർമാരും പ്രതിഭാധനരായ മേയർമാരിലിരുന്നത് കോൺഗ്രസിന്റെ AC ജോസ് ഉണ്ട്, കൊച്ചുണ്ണി മാഷുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് സഖാവ് TM മുഹമ്മദ് ഉണ്ട്. അപ്പം അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ കഴിയുന്നല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൊച്ചി കോർപ്പറേഷന്റെ പഴയ കെട്ടിടത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ഈ ചർച്ച. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.